ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും. പിന്നെ ഇന്ന് ഞായറാഴ്ച 30-ാം തീയതി. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ ശമ്പളം കിട്ടും. ഇന്നലെ കുറച്ച് നേരം വൈകി കിടന്നപ്പോ സിനിമ ഒക്കെ കണ്ടിങ്ങനെ കിടന്നപ്പോഴേ 2 മണി 2:30 ആയി. ഇന്നിപ്പോ നാസ്ത മിക്കവാറും ദിവസം ഉണ്ടാക്കലില്ല. ചിലപ്പോൾ നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നല്ലാതെ ഒറ്റടിക്ക് ചോറ് ഉണ്ടാക്കലാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കറി വെക്കാൻ. നമ്മളെ സാധാ തക്കാളി ചട്നി, ഹൗസ് ഡ്രൈവർമാരെ ഫേവറേറ്റ് തക്കാളി ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതും ചോറും. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലുള്ളൂ നമുക്ക് നാസ്ത കഴിക്കാൻ ചാൻസ് ഉള്ളൂ. സ്കൂളുണ്ടാകുമ്പോൾ അവിടെ കഫ്തീരിയയിൽ പോയിട്ടേ നാസ്ത കഴിക്കും. ഇവിടെ അടുത്തൊന്നും കഫ്തീരിയൊന്നുമില്ല. അപ്പം പിന്നെ ചിലപ്പോൾ നൂഡിൽസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കും. അങ്ങനെ അത് ഉണ്ടാക്കും. ചില ദിവസം അതും ഉണ്ടാവില്ല. ഓട്ടല്ലപ്പോഴേ ഓട്ടഞ്ഞ് മദ്രസ തുടങ്ങണം. ചെക്കൻ്റെ സ്കൂള് കഴിഞ്ഞല്ലോ. അപ്പം ഇനി കോളേജിലേക്കാണ്. എവിടെ ചേർക്കണമെന്ന് അറിയില്ല. പെണ്ണിന് അതേ സ്കൂളാണ്. ഇനി 2 വർഷം കൂടി ഉണ്ട്. എവിടെ പോലില്ല, റൂമിൽ തന്നെ. പന്തളി ക്രിക്കറ്റ് കഴിഞ്ഞല്ലോ. ലോകകപ്പ് ഇന്ത്യ നേടിയില്ല ഇന്നലെ. ഇനി കോപ്പ യൂറോ അത് കണ്ടിങ്ങനെ ഇരിക്കും. അതില്ലാത്ത സമയത്ത് വല്ല യൂട്യൂബോ സിനിമ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക തന്നെ. വേറെ ഒരു പരിപാടി ഇല്ല. ഇപ്പോൾ പുറത്തു പോയാൽ ആരും ഇല്ലേനു. എല്ലാവരും നാട്ടിൽ പോയിക്കല്ലേ. അപ്പൊ അങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ചടച്ചു എന്ന് പറയാം. എന്നാലേ ചോറുണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. തക്കാളി കടുക് എടുത്തിട്ട് ചോറുണ്ട് തിന്നാം. ഓക്കേ. പിന്നെ നമ്മളെ കൂട്ടുകാരൻ ഇന്നലെ തന്നേ മാങ്ങാ ചമ്മന്തി ഉണ്ട്. മാങ്ങാ ചമ്മന്തി അരച്ചി ഇന്നലെ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും മതി. ഇന്ന് കുശാലായി. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എത്ര ചോറിരുന്ന് തിന്നാം. തൊട്ടടുത്ത് 5-6 വീട് കഴിഞ്ഞിട്ടേ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിറ്റ് അടിച്ച് പോയി. ഓൻ കാണുമ്പോ ഇങ്ങനെ പറയുന്നോട് പോവാണ്, ഭയങ്കര പണിയാണ് ഇവിടെ. അല്ലാക്കിട്ടൊരു ബംഗ്ലാവാണ്. അതിലാണെങ്കിൽ ചുറ്റും മരങ്ങള്. ആ മരത്തിന്റെ ഇല അടിച്ചു വരാൻ തന്നെ ഒരു മണിക്കൂർ കണക്കിനാവും. പിന്നെ അതിന് കണ്ടമാനം ചെടികളും. അത് പോരാത്തതിനും ഓട്ടം, തലങ്ങും വിലങ്ങും ഓട്ടം. കടക്കാൻ സമയമല്ല, തിന്നാൻ സമയമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ഏജന്റ് മുഖേന വന്നാണ് പോനെ. ഏജന്റ് മുഖേന ഹൗസ് ഡ്രൈവറിനൊക്കെ വന്നാ പെട്ടു എന്നല്ലാതെ വേറെ എന്താ പറയാ. അതേമാതിരി ഹൗസ് മെയ്ഡ് ഒരിക്കലും വരാൻ പറ്റാത്ത സംഭവമാണ്. ഹൗസ് മെയ്ഡ് അതൊക്കെ വന്നാല് പിന്നെ പോണന്നേക്കാരം സൂര്യൻ കാണുക. ഈ ഹൗസ് മെയ്ഡിന്റെ വിസക്കൊക്കെ വരുന്നതിനേക്കാൾ വല്ല നാട്ടിലെ തൊഴിലുറപ്പ് പണിക്ക് പോകാല്ലേ. KMCCയും ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടിട്ടാണ് പിന്നെ പറഞ്ഞയക്കല്. കാരണം കുടുങ്ങി പോവാണ് പിന്നെ വന്നിട്ട്. അതേപോലെയാണ് ഏജന്റ് മുഖേന ഹൗസ് ഡ്രൈവർ വിസക്ക് വന്നാല് ഒന്നും പറയാൻ പറ്റൂല. എണ്ണ ചൂടായി, കടുക് അങ്ങോട്ട് ഇടാം, തക്കാളി ഇടുക, ഉടനെ ഇറക്കി വെക്കുക. തക്കാളി ചട്നി റെഡി കേട്ടോ. വാവ്, ചോറ് റെഡി. അടച്ചു വെക്കാം. 9:30 നല്ല പൊടിക്കാറ്റ പുറത്ത്.
അപ്പേ 1 മണിയൊക്കെ ആവും ചോറ് തുടങ്ങുക. അപ്പൊ അതിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. അപ്പൊ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വരാം. ഞാൻ ആ പറഞ്ഞ വീട് ഇതാട്ടോ. ഇതിത്തെ മരങ്ങൾ കിടക്കണ കടപ്പുണ്ടോ? അതങ്ങോട്ട് ഒരുപാടുണ്ട്. അങ്ങോട്ട് ആ വീട് കുറേ അങ്ങോട്ട് പോകണം. ഫുള്ള് മരങ്ങളാണ്. അതൊക്കെ പാടെ അടിച്ചോരി അതിൻ്റെ ഉള്ളിൽ കുറേ ചെടിയും അങ്ങനത്തെ ഒരു വീട് കിട്ടിയാൽ മതി. കഴിച്ചിലായിരുന്നു. എന്തപ്പം വാങ്ങ. അയ്യോ, കേക്ക് എടുക്കാം. കേക്കൊന്നും എടുക്കാം. ഇന്നിപ്പോ നമുക്ക് പണിയാവും. നല്ല പൊടിക്കാറ്റ. ഇന്നലെ വണ്ടി കഴിക്കാതാ, വീണ്ടും കേൾക്കണ്ടിരുന്നു. ഒരു കേക്കും ഒരു ജ്യൂസും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തിന്നട്ടെ. കാരണം 1-1.5 മണിയാവും പിന്നെ ചോറുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.